നിങ്ങൾ വീട് നെഗോഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുമോ? ഓക്കെ, തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി, പ്രോപ്പർട്ടി സബർബ് റിസർച്ച്, പ്രോപ്പർട്ടി സെലക്ഷൻ, അതിനുശേഷം വരുന്നൊരു സ്റ്റെപ്പാണ് നെഗോഷിയേഷൻ. എന്താണ് നെഗോഷിയേഷൻ? ഒരാൾ 700 പറഞ്ഞു, നമ്മളത് 690 മേടിക്കലല്ല നെഗോഷിയേഷൻ. വാട്ട് ഇഫ് ദ പ്രോപ്പർട്ടി പ്രൈസ് ഈസ് ഓൺലി 650? 650,000 പ്രോപ്പർട്ടി അവർ 700 നിങ്ങൾ 690 മേടിച്ചാൽ അത് നെഗോഷിയേഷൻ ആണോ? അല്ല. പ്രോപ്പർട്ടിയുടെ പരസ്യത്തിലിടുന്ന പ്രൈസും യഥാർത്ഥ വിലയായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ പെർത്തിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പെർത്തിൽ അവർ 750 വേണ്ട പ്രോപ്പർട്ടി അവർ ഇടുന്ന പ്രൈസ് 600,000 പ്ലസ് ഇടും. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് പ്രോപ്പർട്ടി നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കാനാണ് നെഗോഷിയേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ ബാർലി ഉണ്ട്, വെള്ളമുണ്ട്, ഇപ്പോൾ പഞ്ചസാര ഉണ്ട്, ഇതിൻ്റെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ വില 1 രൂപയാണ്, അതുകൊണ്ട് നമുക്ക് 2 രൂപയ്ക്കാണെങ്കിൽ ഇത്ര ലാഭം ഉണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷേ പ്രോപ്പർട്ടിയുടെ അങ്ങനെയല്ല. പ്രോപ്പർട്ടിയുടെ ഓണർ പറയണം എനിക്ക് 700 വേണമെന്ന് പറഞ്ഞാൽ 700 ആണ് അതിൻ്റെ പ്രൈസ്. ഓക്കെ, അത് ചില ആൾക്കാർ പോയിട്ട് മേടിച്ചിട്ടുണ്ടാവും, അറിവില്ലാത്ത ആൾക്കാർ മേടിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നെഗോഷിയേഷൻ എന്നുള്ളത് വെച്ചാൽ അതുവേണ്ടി നമ്മൾ വീടിൻ്റെ പ്രൈസ് അതിനാണ്. ഈവൻ ഇപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് 25 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾ എനിക്ക് പോലും കുറേ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് അതിന് എത്ര വാല്യൂ ഉണ്ട് ഇത് കണ്ടുപിടിക്കൽ. ഇനി ആ വാല്യൂ ഉള്ളൊരു പ്രോപ്പർട്ടി അതിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലം നമ്മൾ ആലോചിക്കും, ഇവരുടെ 700 കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഇപ്പോൾ $700,000 ഇപ്പോൾ നമ്മൾ പെർത്തിൽ ഒരു 3 ബെഡ്റൂം മേടിക്കുന്നതിനേക്കും നല്ലത് 700,000 മെൽബണിൽ 4 ബെഡ്റൂം മേടിക്കുന്നതല്ലേ നല്ലത് എന്ന് ആലോചിക്കാം. ഓക്കെ, അത് നമ്മുടെ എക്സ്പീരിയൻസിലുകൊണ്ട് അത് പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 2, 4, 3 മാർക്കറ്റ് 4 മാർക്കറ്റ് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയത് വരില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും വില കുറച്ച് വയ്ക്കില്ല. കാരണം ചില സ്ഥലത്ത് അണ്ടർ കോട്ടിംഗ് ആണ്. ഇപ്പോൾ ഓപ്ഷന് വരുന്ന വീടുകളല്ല, മെൽബണിൽ സിഡ്നിയിലായാലും 1 ബില്യൺ വേണം എന്ന് അവർക്ക് ഉറപ്പുള്ള സാധനം ആയാൽ പോലും അവരിടുന്ന പ്രൈസ് $800,000 to $880,000 ആയിരിക്കും. വിറ്റ് പോകുന്നത് $1,20,000 ആയിരിക്കും. കാരണം അത് ഓപ്ഷൻ്റെ അവരെ കുറേ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് അപ്പോൾ പ്രഷർ കൂടി. അപ്പോൾ പല പ്രൈസസും അണ്ടർ കോട്ടറാണ്, ചില പ്രൈസസ് വരെ കൂടുതലിട്ടുണ്ടാവും. അതുകൊണ്ട് നെഗോഷിയേഷൻ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ആകത്തുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു, നമ്മൾ നെഗോഷിയേറ്റ് സഹായിക്കുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് വി വിൽ ഹെൽപ്പ് യു ടു നെഗോഷിയേറ്റ് ദ പ്രോപ്പർട്ടി ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് വാല്യൂ ഫ്രം ദിസ്.